നോട്ട് പ്രതിസന്ധി തുടരുന്നു. ഇന്നും എടിഎമ്മുകളിൽ വൻ തിരക്ക്. ബാങ്കുകൾ ഇന്നും നാളെയും തുറന്ന് പ്രവർത്തിക്കും. ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം കോഴിക്കോട് നിന്ന് മേഘ മാധവൻ ചേരുന്നു. മേഘ, കോഴിക്കോടിന്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. സോമി, ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ഒരു പ്രധാന ബാങ്കിന് മുൻപിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എന്ന് തോന്നുന്നു. വലിയ നീണ്ട നിരയാണ് ആളുകളുടെ. പണം പിൻവലിക്കാനുള്ള ഒപ്പം വാങ്ങാനുള്ള ആളുകളുടെ വലിയ നിര തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത് ഈ ബാങ്കിന്റെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഷട്ടറിട്ട് പൂട്ടിയ നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ മിക്ക എടിഎമ്മുകൾക്കും ഷട്ടർ വീണ നിലയിലാണ് ഇപ്പോൾ സ്ഥിതിയുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എടിഎമ്മിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള ഒരു അവസരം ആളുകൾക്ക് ലഭിച്ചത്. പക്ഷേ പണം പെട്ടെന്ന് തീരുന്ന 100ന്റെയും 50ന്റെയും നോട്ടുകൾ മാത്രമാണ് പിൻവലിക്കാൻ സാധിക്കുക. അത് പെട്ടെന്ന് തീരുന്ന ഒരു സാഹചര്യവും ഇന്നലെ ഉണ്ടായി. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. രാവിലെ 6 മണി മുതൽ തന്നെ പണം ഇടപാടുകൾക്കായി വന്നു നിൽക്കുന്ന ആളുകളുടെ വലിയൊരു ക്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രായമുള്ള ആളുകളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ വിഷമങ്ങൾ നമ്മളോടും പങ്കുവെക്കുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ 4 ദിവസമായി ഈ ഒരു പ്രതിസന്ധി തുടരുന്നു. ഇന്നെങ്കിലും എടിഎമ്മിൽ നിന്ന് പണം പിൻവലിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പണം ഇടപാട് പെട്ടെന്ന് നടത്താൻ സാധിക്കും എന്ന ഒരു ആശ്വാസത്തോടെയാണ് ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ബാങ്കിന് പുറത്ത് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. വളരെ ചുരുക്കം ആളുകളെ മാത്രം കയറ്റിവിടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സോമി, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 10 മണി ആയതുകൊണ്ട് തന്നെ ആളുകളെ കുറച്ചായി ബാങ്കിലേക്ക് കടത്തിവിടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു ബാങ്കിന്റെ ക്യൂ എന്ന് പറയുന്നത് ഈ റോഡിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യൂ ആണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രായമായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ 6 മണി മുതൽ തന്നെ ഇവിടെ വന്നു നിൽക്കുകയാണ്. ജനജീവിതത്തെ തന്നെ ഈ ഒരു പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആളുകളുടെ ജീവിത ക്രമം തന്നെ താളം തെറ്റുന്നു. ചെറുകിട വ്യാപാരങ്ങൾ ഉൾപ്പെടെയുള്ളവ അടഞ്ഞു കിടക്കുന്നു. പണം എവിടെ നിന്ന് ലഭിക്കും എന്നറിയാതെ നെട്ടോട്ടം ഓടുന്ന അവസ്ഥ. ബാങ്കിൽ വലിയ തരത്തിലുള്ള ജനക്കൂട്ടം ഉണ്ടാകുന്ന ഒരു അവസ്ഥ. എടിഎം ഷട്ടറിട്ട് പൂട്ടിയ എടിഎമ്മിന് മുൻപിൽ എപ്പോഴെങ്കിലും തുറക്കും എന്ന കാത്തിരിപ്പുമായി നിൽക്കുന്ന ഒരവസ്ഥ. കാരണം ആളുകൾക്ക് വ്യക്തമായ ഒരു ബോധവുമില്ല എപ്പോഴാണ് ഇത് തുറക്കുക. ഒരു കാത്തിരിപ്പ് തന്നെയാണ് പല എടിഎമ്മിനും മുൻപിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല ആളുകളും രോഷാകുലരാകുന്നു. കാരണം ജീവിതക്രമം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് താളം തെറ്റുന്നത്. അതും പിൻവലിക്കാൻ സാധിക്കുകയാണെങ്കിൽ എടിഎം തുറന്നാൽ 2000 രൂപ മാത്രമേ ഒരാൾക്ക് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ചില ബാങ്കുകൾ 50 രൂപ നോട്ട് എടിഎമ്മിലേക്ക് നൽകുന്നില്ല. അത്തരം എടിഎമ്മിൽ നിന്ന് 100 രൂപ നോട്ട് മാത്രം പിൻവലിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ജനജീവിതത്തെ കാര്യമായി തന്നെ ഈ ഒരു പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇന്നത്തെ 4ാം ദിവസമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷയിലായിരുന്നു ആളുകൾ. പക്ഷേ ഇന്നും വലിയ തരത്തിലുള്ള ക്യൂ ബാങ്കുകൾക്ക് മുൻപിൽ കാണുന്നു. എടിഎമ്മുകൾ ഷട്ടറിട്ട് പൂട്ടിയ നിലയിലുമാണ് കാണുന്നത്. ഉച്ച ആവുമ്പോഴെങ്കിലും ഇനി എടിഎം തുറക്കും എന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. സോമി, മേഘയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, തലസ്ഥാന ജില്ല ഉൾപ്പെട്ട തെക്കൻ കേരളത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ കോഴിക്കോട് കാണുകയുണ്ടായി. ബാങ്കുകൾക്ക് മുന്നിലൊക്കെ വലിയ ക്യൂ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സാഹചര്യം തുടർന്നാൽ നാളെ പമ്പുകൾ വരെ അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ഒരു സൂചനയും ലഭ്യമാകുന്നുണ്ട്. സോമി, പ്രധാനമായും കഴിഞ്ഞ 4 ദിവസങ്ങളിലായാണ് ജനങ്ങൾ സംസ്ഥാനത്തെന്നല്ല രാജ്യത്തൊട്ടാകെയായി ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നും നാളെയും ബാങ്കുകൾക്ക് പ്രവൃത്തി ദിവസമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാത്രമാണ് എടിഎമ്മുകൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എന്നാൽ എടിഎമ്മിൽ നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധി ഉള്ളത് എന്ന് പറയുന്നത് എടിഎമ്മിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ ലഭിക്കുന്നത് 10 രൂപയുടെയും 20 രൂപയുടെയും ഒക്കെ നോട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എടിഎമ്മുകളിൽ കാര്യമായ തോതിൽ പണം നിക്ഷേപിക്കപ്പെടുന്നില്ല. ഇത്തരം ഒരു ഘട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മിക്ക എടിഎമ്മുകളിലും പണം നേരത്തെ തന്നെ തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വലിയ തോതിലാണ് ജനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത്. കാരണം ആദ്യത്തെ 2 ദിവസങ്ങളിൽ പൂർണ്ണമായും അവർക്ക് ബാങ്കുകളിൽ നിന്ന് പോലും പണം എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. കയ്യിൽ പണമില്ലാത്തവർ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കുമായിരുന്നു ചെന്നെത്തിയത്. അതോടൊപ്പം തന്നെ കയ്യിൽ ഉള്ള പൈസ മാറിയെടുക്കാൻ വേണ്ടിയും വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നും നാളെയും ബാങ്കുകൾക്ക് പ്രവൃത്തി ദിവസമാണ് എന്ന് പറയുമ്പോൾ പോലും രാവിലെ മുതൽ തന്നെ മിക്ക ബാങ്കുകളുടെ മുന്നിൽ വലിയ ക്യൂ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
ടോക്കൺ സമ്പ്രദായത്തിലൂടെ കൂടിയാണ് ഇത്തരത്തിൽ ബാങ്ക് ഇടപാടുകൾക്കായി എത്തുന്നവരെ ബാങ്കുകളിൽ കയറ്റുന്നത്. എന്നാൽ ഇത്തരത്തിൽ ടോക്കൺ എടുത്താൽ പോലും രാവിലെ ടോക്കൺ എടുക്കുന്നവർക്ക് വൈകുന്നേരം മാത്രമാണ് ഇത്തരത്തിൽ അവർക്ക് ബാങ്കിനുള്ളിൽ കടന്ന് അവരുടെ ഇടപാടുകൾ നടത്താനായി കഴിയുന്നത്. ഇത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഇന്നും നാളെയും കൊണ്ട് തന്നെ ഇതിൽ ഒരു ഏകദേശ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ അതിന് അത്രത്തോളം സാധിക്കില്ല എന്ന് തന്നെയാണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും KSRTC റെയിൽവേ തുടങ്ങിയവർ ഇനി മുതൽ 500 രൂപ 1000 രൂപ റദ്ദാക്കിയ നോട്ടുകൾ സ്വീകരിക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ പോലും ഇന്നു മുതൽ സ്വീകരിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ബാങ്കുകളിൽ പോയി മാറിയെടുക്കാൻ കഴിയാത്തവർക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന വേളയിൽ വലിയ തോതിൽ ഉള്ള ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുക. പെട്രോൾ പമ്പുകളിലും സ്വീകരിക്കാത്ത ഒരു സാഹചര്യം ഇത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഇന്നും നാളെയും കൊണ്ട് ബാങ്കുകൾക്ക് പ്രവൃത്തി സമയവും കൂട്ടിക്കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കുകളിൽ എത്തുന്നവർക്ക് പരമാവധി പണം നൽകി അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ ബാങ്കുകളിൽ പണം തീരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ട്. അതാണ് മറ്റൊരു രീതിയിൽ ജനങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായി തിരിച്ചടി നേരിടുന്നത്. ഷീജയാണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നോട്ട് കുരുക്കിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾ 4-ാം ദിവസവും ബാങ്കുകളിലേക്കും ATMകളിലേക്കും ഒക്കെ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ച തന്നെയാണോ അവിടെയും കാണാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ബാങ്കുകൾ അല്പം മുമ്പ് തന്നെ പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ ദിവസം തുടങ്ങി. അസാധാരണമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശനിയും ഞായറും സാധാരണ തുറക്കാറില്ല. അത് ഇന്ന് തുറന്നിരിക്കുന്നു. ഇന്നും നാളെയും ബാങ്ക് പ്രവർത്തിക്കും. ബാങ്ക് തുറന്ന ഉടൻ തന്നെ നിരവധി പേർ ഇതിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഈ പരിസരം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നിരവധി വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ATMകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് കൊച്ചി നഗരത്തിൽ നിന്ന് പറയാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലെ ഉച്ചയോടെ തന്നെ പല ATMകളും പ്രവർത്തനരഹിതമായി കഴിഞ്ഞു. ഒട്ടുമിക്ക ATMകളും ഷട്ടറിട്ട നിലയിലാണ് ഉള്ളത്. അഥവാ തുറന്ന ATMകളാണെങ്കിൽ തന്നെ അവിടെ ഇടപാട് നടത്താൻ ചെല്ലുമ്പോൾ ഈ ATMൽ പണമില്ല എന്ന സന്ദേശമാണ് ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഇടപാടുകാർക്ക് ലഭിക്കുന്നത്. ഇന്ന് ഒരു ATMകളും വളരെ തുച്ഛമായ ATMകൾ മാത്രമാണ് ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ പലരും ഈ പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം, പെട്രോൾ പമ്പുകളും ഇന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. കാരണം 3 ദിവസത്തേക്ക് കൂടി അത് നീട്ടി നൽകിയിട്ടുണ്ട്. ഈ പഴയ നോട്ടുകൾ സ്വീകരിക്കാനുള്ള തീയതി 3 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അത് സംബന്ധിച്ച പല തർക്കങ്ങളും പല പമ്പുകളിലും ഉണ്ടായിട്ടുള്ളതാണ്. കാരണം പലരും നോട്ട് മാറാനുള്ള ഒരു ഉപാധിയായി പെട്രോൾ പമ്പിനെ കണ്ടതോടെ ബാക്കി തുക മടക്കി നൽകാനില്ലാതെ പല പെട്രോൾ പമ്പുകളും വളരെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ 3 ദിവസത്തേക്ക് നീട്ടി നൽകിയ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് തിരികെ ബാക്കി നൽകാനായി മതിയായ തുക എത്രയും പെട്ടെന്ന് പെട്രോൾ ബങ്കുകളിൽ എത്തിച്ചു കൊടുക്കണമെന്ന ആവശ്യമാണ് ട്രേഡേഴ്സ് അസോസിയേഷൻ, ഡീലേഴ്സ് എല്ലാം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ഇനിയും മതിയായ തുക ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പല പെട്രോൾ പമ്പുകളും പ്രവർത്തിക്കാനാകാത്ത സാഹചര്യം ഉണ്ട്. ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു. എന്തായാലും ഇത്രയും ദിവസമായിട്ടും ഇതിന് ഇപ്പോഴും ഒരു പരിഹാരമായിട്ടില്ല. ജനങ്ങൾ ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാഴ്ച തന്നെയാണ് ഈ കൊച്ചിയിൽ നിന്നും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ശരി ഉമേഷ്, 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച ശേഷമുള്ള പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. 4-ാം ദിവസത്തിലും ഈ നോട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ ആവാതെ ജനങ്ങൾ ബാങ്കുകളിലേക്കും ATMകളിലേക്കും ഒക്കെ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ച തന്നെയാണ് രാജ്യത്തോട് നീളം കാണാനാകുന്നത്. വിവിധ റീജിയണുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളാണ് വിശദാംശങ്ങൾ നൽകിയത്. 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച ശേഷമുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സംസ്ഥാനത്തെ ബാങ്കുകൾ ഇന്നും നാളെയും തുറന്നു പ്രവർത്തിക്കും. പിൻവലിച്ച 500ന്റെയും 1000ന്റെയും നോട്ടുകൾ ഉപയോഗിക്കാനുള്ള സമയപരിധി 3 ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് റിസർവ് ബാങ്ക് ഉത്തരവ് പുറപ്പെടുവിച്ചു. അതേസമയം കള്ളപ്പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായുള്ള റെയ്ഡ് സംസ്ഥാനത്ത് വ്യാപിപ്പിക്കാൻ ആദായനികുതി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനു ശേഷം ആദ്യ 2 ദിവസങ്ങളിൽ ബാങ്കുകളും ഒരു ദിവസം ATMും തുറന്നു പ്രവർത്തിച്ചിട്ടും നോട്ടുകൾ മാറിക്കിട്ടാനും കയ്യിലുള്ള പണം നിക്ഷേപിക്കാനുമായുള്ള ജനങ്ങളുടെ നെട്ടോട്ടം തുടരുകയാണ്. നോട്ടിന്റെ ലഭ്യത ഉറപ്പാക്കാനായി ഇന്നും നാളെയും വൈകുന്നേരം വരെ എല്ലാ ബാങ്കുകളും തുറന്നു പ്രവർത്തിക്കും. കൂടാതെ കാലിയായ ATMകളിൽ കൂടുതൽ പണം ഓരോ ബാങ്കുകളും നിറച്ചിട്ടുണ്ട്. പണം നിക്ഷേപിക്കാനും എടുക്കാനുമായി കഴിഞ്ഞ ദിവസം വലിയ തിരക്കാണ് സംസ്ഥാനത്തുടനീളമുണ്ടായത്.
ATMകൾ വഴി പിൻവലിക്കാനുള്ള തുകയുടെ പരിധി 2000 എന്നതിൽ മാറ്റമില്ല. അതേസമയം 500 രൂപ 1000 രൂപ നോട്ടുകൾ വിനിമയം ചെയ്യാനുള്ള സമയപരിധി 3 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികൾ, KSRTC ബസ്സുകൾ, റെയിൽവേ, പാൽ വിതരണം, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ എന്നിവയൊക്കെ 500 രൂപ 1000 രൂപ നോട്ടുകൾ ഉപയോഗിച്ച് നടത്താവുന്നതാണ്. 4000 രൂപ വീതം ഒരു ദിവസം പിൻവലിക്കാമെന്നതിലും റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. ബാങ്കുകൾ അവരുടെ എല്ലാ ATMകളിലും 100, 50, 2000 രൂപ നോട്ടുകൾ മാക്സിമം നിറച്ചു കഴിഞ്ഞു. എന്നാൽ പല ബാങ്കുകളിലും RBI കൂടുതൽ പണം എത്തിച്ചിട്ടില്ല എന്നത് ഇവിടങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നു. ഏതായാലും അടുത്ത 2 ദിവസവും പണമിടപാടുകളിൽ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുമെന്നതാണ് വസ്തുത. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അസാധുവാക്കിയ 500, 1000 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനുള്ള സമയപരിധി നീട്ടി. 500, 1000 രൂപ നോട്ടുകൾ 3 ദിവസം കൂടി ഉപയോഗിക്കാം. നേരത്തെ ഇളവ് നൽകിയ അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകം. റെയിൽവേയും KSRTCയും പെട്രോൾ പമ്പുകളും പാൽ ബൂത്തുകളും ഈ നോട്ടുകൾ സ്വീകരിക്കും. സർക്കാർ ആശുപത്രികൾ, സർക്കാർ ഫാർമസികൾ, വിമാനത്താവളങ്ങൾ, ശ്മശാനങ്ങൾ എന്നിവിടങ്ങളിലും ഇവ സ്വീകരിക്കും. അതേസമയം ദേശീയപാതകളിലെ ടോൾ പിരിവ് പിൻവലിച്ചത് തിങ്കളാഴ്ച വരെ നീട്ടി. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ ബദൽ സംവിധാനം ഒരുക്കാതെ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി മൂലം ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. യുക്തിപൂർവമായ നടപടികൾ സ്വീകരിക്കാത്തതിന്റെ ഫലമായി നാട്ടിൽ ആത്മഹത്യയും അത്യാഹിത മരണങ്ങളും ഉണ്ടാവുകയാണെന്നും ദൂരസ്ഥലങ്ങളിൽ യാത്ര പോയ ആളുകൾ ഭക്ഷണത്തിന് പോലും പണമില്ലാതെ വിഷമിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. ബാങ്കുകൾക്ക് മുന്നിൽ എത്തിച്ചേരുന്ന പൊതുജനങ്ങളെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും രംഗത്ത് വരണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നോട്ടിന് ഏർപ്പെടുത്തിയ നിരോധനത്തെ തുടർന്ന് അരിക്കമ്പോളത്തിൽ വ്യാപാരം കുറഞ്ഞു. ആന്ധ്ര ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങുന്നതും മൊത്തവ്യാപാരികൾ നിർത്തിവെച്ചു. നോട്ടിന്റെ ക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ അരി ഭക്ഷ്യധാന്യക്ഷാമവും നേരിടുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ എന്ന പ്രയോഗം പോലെയായി 500ന്റെയും 1000ന്റെയും നോട്ടുകളുടെ നിരോധനം. കേന്ദ്ര സർക്കാർ നടപടി കള്ളപ്പണം തടയുമോ എന്തോ. പണികിട്ടിയതിന്റെ പട്ടികയിൽ അരിയും പെട്ടു. സംസ്ഥാനത്തെ അരികമ്പോളത്തിൽ 70% വിൽപ്പന കുറഞ്ഞു. ഇക്കൂട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടും. അരി വാങ്ങാൻ വരുന്നവർ നിരോധിച്ച നോട്ടുകളുമായി എത്തുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. 1 പൈസയുടെ വില പോലുമില്ലാത്ത നോട്ടുകൾ വാങ്ങാൻ കഴിയാത്തതിനാൽ അരി വിൽക്കാനും കഴിയുന്നില്ലെന്ന് കൊല്ലം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രമേഷ് കുമാർ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ 70% ബിസിനസ് കുറവാണ്. 70 ഒരു 80% ബിസിനസ് തന്നെ കുറവാണ്. പഴയ നോട്ടേ ഉള്ളൂ എല്ലാവരുടെ കയ്യിലും. ആ നോട്ട് വാങ്ങാൻ പാടെന്ന് പറയുമ്പോൾ ആ നോട്ടല്ലേ എടുത്തുള്ളൂ. അപ്പോൾ ആ നോട്ടിൽ സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് 70-80% ബിസിനസ് കുറവാണ്. അതിനിപ്പം വരുന്ന ആളുകളിൽ ചില സമയത്ത് ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് പല ശനി ഞായറൊക്കെ വെച്ച സ്ഥിതിക്ക് ചില സമയത്ത് അത് മാറ്റം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഏതാണ്ട് ഇത് ഒരു കറക്റ്റായി പറഞ്ഞെങ്കിൽ ഒരു 10-20 ഒരു 2-3 ആഴ്ചയെങ്കിലും കുറഞ്ഞ പക്ഷം ഈ ഒരു മാറ്റം ഉണ്ടാകാൻ വരും. തെക്കൻ കേരളത്തിലേക്ക് ട്രെയിൻ ചരക്ക് ഗതാഗതം നിർത്തിവെച്ചതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യധാന്യം കേരളത്തിലേക്ക് എത്തിക്കുന്നത് ലോറിയിലാണ്. മില്ലുടമകൾക്കും ലോറി ഉടമകൾക്കും പണം നൽകാൻ ബുദ്ധിമുട്ടായതിനാൽ അരി വാങ്ങുന്നത് മൊത്തവ്യാപാരികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അരി വാങ്ങുന്നത് നമ്മൾ കച്ചവടക്കാർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചില്ല. കാരണം വെച്ചാൽ വാങ്ങിയാൽ ആ ലാറി വാടക എബോ 50,000 കൊടുക്കേണ്ടി വരും. 50,000 നമ്മൾ 20,000 രൂപ ക്യാഷ് കൊടുക്കും. അപ്പോൾ 20,000 രൂപ ക്യാഷ് കൊടുക്കുന്നതിന് സെയിലില്ലാത്തതിന് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധനം കൊടുത്തിട്ടില്ല. 1947 രാജ്യം പുറത്തിറക്കിയ നാണയമാണിത്. തലയും പുലിയും ആലേഖനം ചെയ്ത നാണയം. ഇത് 1970 നിരോധിച്ചു. ഇപ്പോൾ 1000ന്റെയും 500ന്റെയും നോട്ടുകളും നിരോധിച്ചു. എന്തായാലും നിരോധനം കൊണ്ട് പ്രതിസന്ധി മാത്രമാണ് ബാക്കിയായത്. പ്രായോഗിക തലത്തിൽ നിരോധനങ്ങളെല്ലാം ഫലവത്താകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കൊല്ലത്ത് 1000ന്റെയും 500ന്റെയും നോട്ടുകൾ അസാധുവായതറിഞ്ഞ് ഭിന്നശേഷിക്കാരനായ മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. കൊല്ലം തേവലക്കര സ്വദേശി വർഗീസാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഹൃദ്രോഗ ചികിത്സയ്ക്കായി സൂക്ഷിച്ചിരുന്ന 36,000 രൂപയിൽ 5,000 രൂപ മാറ്റാനായി സുഹൃത്തിനെ ഏൽപ്പിച്ച് കൈവശമുള്ള തുക കത്തിച്ചു കളയുകയെ നിവർത്തിയുള്ളൂ എന്നറിയിച്ചതിനെ തുടർന്ന് വർഗീസ് കുഴഞ്ഞു വീഴുകയായിരുന്നു. രണ്ടായിരത്തി 2014 1000ന്റെയും 500ന്റെയും നോട്ട് പിൻവലിക്കാൻ UPA ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അന്ന് ശക്തമായ എതിർപ്പുമായി എത്തിയത് BJP ആണ്. നോട്ടുകൾ പിൻവലിച്ചതുകൊണ്ട് കള്ളപ്പണം തടയാനാകില്ല എന്ന BJP വക്താവ് മീനാക്ഷി ലേഖി പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിക്കാൻ 2014 UPA സർക്കാർ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് BJP ആണ്. നോട്ടുകൾ പിൻവലിക്കുന്നത് കള്ളപ്പണം തടയാൻ സഹായിക്കില്ലെന്ന് പറഞ്ഞാണ് BJP അന്ന് എതിർത്തിരുന്നത്.
അതേസമയം BJP അധികാരത്തിലെത്തിയപ്പോൾ അതേ കാരണം പറഞ്ഞ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന ആരോപണം ഉയരുന്നുണ്ട്. 2005 മുമ്പുള്ള എല്ലാ കറൻസി നോട്ടുകളും പിൻവലിക്കാനായിരുന്നു 2014 ജനുവരിയിൽ അന്നത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന P. ചിദംബരം തീരുമാനിച്ചത്. പ്രഖ്യാപനം വന്നതിനു പിന്നാലെ തീരുമാനത്തെ പരിഹസിച്ചും എതിർത്തും BJP രംഗത്ത് വന്നിരുന്നു. കള്ളപ്പണ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് UPA സർക്കാരിന്റെ ശ്രമമെന്നായിരുന്നു BJP വക്താവ് മീനാക്ഷി ലേഖിയുടെ ആരോപണം. ജനങ്ങൾക്കെതിരായ തീരുമാനമെന്നും അന്ന് ചിദംബരത്തിന്റെ പ്രഖ്യാപനത്തെ BJP വിശേഷിപ്പിച്ചിരുന്നു. आपकी GDP से ज्यादा बड़ा पैसा इस देश के बाहर रखा हुआ है, तो जो लोग बड़े बड़े स्कैम्स करके बड़े बड़े घोटाले करके इस देश के बाहर पैसा ले गए हैं. കള്ളപ്പണം നിക്ഷേപിച്ചിരുന്നത് ഇന്ത്യയിലല്ലെന്നും വിദേശ ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നിന്ന് കള്ളപ്പണം ഇന്ത്യയിൽ എത്തിക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു 2014 BJPയുടെ നിലപാട്. നോട്ടുകൾ പിൻവലിക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരെയും നിരക്ഷരരെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് അന്ന് BJP നിലപാടെടുത്തത്. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യയിലെ നോട്ടുകൾ പിൻവലിച്ചാൽ കള്ളപ്പണം ചേർക്കാമെന്ന വൈരുദ്ധ്യവാദമാണ് ഇപ്പോൾ BJP ഉയർത്തുന്നതെന്നാണ് കൗതുകകരമായ കാര്യം. ന്യൂസ് ഡെസ്ക്. വാർത്തയിലേക്ക്. കൊച്ചി ക്യാൻസർ സെന്റർ OP വിഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിലവിൽ RCC പോലെയല്ല കൊച്ചി ക്യാൻസർ സെന്ററെങ്കിലും പൂർണ്ണതോതിലുള്ള ക്യാൻസർ സെന്ററാണ് കൊച്ചിയിൽ ഉദ്ദേശിക്കുന്നതെന്നും അത് പ്രാവർത്തികമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി KK ശൈലജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കേരളപ്പിറവി ദിനം മുതൽ പ്രവർത്തനമാരംഭിച്ച കൊച്ചി ക്യാൻസർ സെന്റർ OPയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. തിരുവനന്തപുരം RCC പോലെയല്ല നിലവിൽ കൊച്ചി ക്യാൻസർ സെന്ററെങ്കിലും പൂർണ്ണതോതിലുള്ള ക്യാൻസർ സെന്റർ തന്നെയാണ് കൊച്ചിയിലും ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യുമെന്നും പിണറായി പറഞ്ഞു. അതാണ് ഇങ്ങനെയൊന്ന് ഇവിടെ തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ ചികിത്സിക്കാതെ മറ്റൊരു ആശുപത്രി പോകണമെന്ന് പറയുന്നത് എന്ന ഒരു പരിഭവം അപ്പോൾ തോന്നേണ്ടതായിട്ടില്ല. പൂർണ്ണമായ തോതിലുള്ള ഒരു ക്യാൻസർ സെന്റർ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പ്രാവർത്തികമാകുക തന്നെ ചെയ്യും. മന്ത്രി KK ശൈലജ അധ്യക്ഷയായിരുന്ന ചടങ്ങിൽ KV തോമസ് MP, VK ഇബ്രാഹിം കുഞ്ഞ് MLA, മുൻ MP P. രാജീവ്, പ്രൊഫസർ MK സാനു തുടങ്ങിയവരും പങ്കെടുത്തു. 4 ഡോക്ടർമാരടക്കം 33ഓളം മെഡിക്കൽ ജീവനക്കാർ അടങ്ങിയ സംഘമാണ് ആദ്യഘട്ടത്തിൽ OP വിഭാഗം പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് OP വിഭാഗം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ധനലക്ഷ്മി ബാങ്കിന് നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ പകുതിയിൽ 11.75 കോടി രൂപയുടെ ലാഭം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആദ്യ പകുതിയിൽ 22.26 കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ബാങ്ക് ഒരു വർഷത്തിന് ശേഷം മികച്ച നേട്ടമുണ്ടാക്കിയത്. പ്രവർത്തന ലാഭം 44.56 കോടി രൂപയാണ്. മുൻവർഷം ഇതേ കാലയളവിൽ നേടിയ പ്രവർത്തന ലാഭമായ 17.96 കോടി രൂപയേക്കാൾ 26.60 കോടി രൂപയുടെ വർധന നേടാൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കറന്റ് സേവിംഗ്സ്, നിക്ഷേപങ്ങൾ, ചെറുകിട വ്യക്തിഗത വായ്പ, നിഷ്ക്രിയ ആസ്തി കുറയ്ക്കൽ, പലിശേതര വരുമാനത്തിന്റെ വളർച്ച എന്നീ മേഖലകളിലായിരിക്കുമെന്നും ധനലക്ഷ്മി ബാങ്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.